ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വികസന ഫണ്ടും അലോക്കേഷനുകളും വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയൊരു വിഹിതം തുക ലഭിക്കാത്തതുമൂലം പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ഭരണസമിതി ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടുകളും അലോക്കേഷനുകളും വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തിരുവല്ലോമല പഞ്ചായത്ത് ഭരണസമിതി 2025-26 സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ടിയിരുന്ന തുകകൾ അനുവദിക്കാത്തതും മുൻ വർഷങ്ങളിലെ ഫണ്ടുകളിൽ വരുത്തിയ കുടിശ്ശികയും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് ഭരണസമിതി വ്യക്തമാക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളാകെ ഒന്നടങ്കം ഞെരിക്കുന്നൊരു അവസ്ഥയിലേക്കാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലേക്ക് ശനിദശയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷവും അതുപോലെ ഈ 2026-27 സാമ്പത്തിക വർഷവും പല പദ്ധതികളും പല പഞ്ചായത്തുകളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന ഫണ്ട് വളരെയധികം കുറഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപരമായി നടത്തേണ്ട പല വർക്കുകളും നടത്താൻ സാധിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫണ്ടിൻ്റെ അലോട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണ്, 2026-27 വർഷത്തിൽ പഞ്ചായത്തിന് ഡെവലപ്മെന്റ് ഫണ്ട് ജനറലായിട്ട് ലഭിച്ചത് 3,14,26,000 രൂപയാണ്. SCP ഫണ്ട് ലഭിച്ചത് 1,62,92,000 രൂപയാണ്. അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് റോഡ് മെയിൻ്റെനൻസ്, റോഡൊക്കെയുമായി ബന്ധപ്പെട്ട് 1,95,22,000 രൂപ ആണ് നമുക്ക് അലോട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. നോൺ റോഡ് 77,71,000 രൂപയാണ് അലോട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജനറൽ പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞ് 2,40,84,000 രൂപയാണ് അലോട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2025-26 ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ 2025-26 വർഷ സാമ്പത്തിക വർഷത്തിൽ അലോട്ട്മെന്റ് ചെയ്തു വന്ന ഫണ്ട് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഫണ്ട് 3,30,34,000 രൂപയും, SCP ഫണ്ട് 1,80,70,000 രൂപയും, റോഡ് ഫണ്ട് 2,43,91,000 രൂപയും, നോൺ റോഡ് ഫണ്ട് 65,80,000 രൂപയും, ജനറൽ പർപ്പസ് ഫണ്ട് 1,99,41,600 രൂപയുമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിന് 3,30,34,000 രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ലഭിക്കേണ്ട തുകയൊന്നും തന്നെ നൽകിയിട്ടില്ല. വികസന ഫണ്ടിൽ മാത്രം 1,36,23,247 രൂപയുടെ കുടിശ്ശികയാണുള്ളത്. SC ഫണ്ടിൽ 1,80,70,000 രൂപയിൽ 1,18,77,933 രൂപ മാത്രമാണ് ലഭിച്ചത്. ഇതിൽ 61,92,067 രൂപ കുടിശ്ശികയായി നിൽക്കുന്നു. ജനറൽ പർപ്പസ് ഫണ്ടിൽ വകയിരുത്തിയ 1,99,41,600 രൂപയിൽ 1,66,18,000 രൂപ മാത്രമാണ് ലഭിച്ചത്. 33,23,600 രൂപ ലഭിക്കാനുണ്ട്. 2025-26 കാലയളവിൽ വിവിധ ഇനങ്ങളിലായി ആകെ 2,31,38,914 രൂപയാണ് പഞ്ചായത്തിന് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം റോഡ് ഫണ്ടിനായി 2,43,91,000 രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് ഈ വർഷം അത് 1,95,22,000 രൂപയായി വെട്ടിക്കുറച്ചു. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ പഞ്ചായത്തിലെ വികസന പദ്ധതികളും പ്രതിദിന പ്രവർത്തനങ്ങളും പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലാണെന്ന് ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.